بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ വരവിന്റെ മുന്നോടിയായി ശഅബാൻ മാസത്തിൽ ആത്മീയമായ ഒരുക്കങ്ങൾ സത്യവിശ്വാസികളിൽ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. പരിശുദ്ധമായ മതം അതിനായി നമ്മെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആത്മീയമായ ഒരു ഒരുക്കം നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നിരിക്കെ എവിടെ നിന്നാണ് ആത്മീയമായ ഒരുക്കം തുടങ്ങേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. റമദാനെ സ്വീകരിക്കാനുള്ള നമ്മുടെ ഒരുക്കത്തിൽ ആദ്യം ഒരുങ്ങേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. നമ്മുടെ മനസ്സ് നന്നാവണം. നമ്മുടെ ഹൃദയത്തിൽ റബ്ബിലേക്ക് അടുക്കാൻ കഴിയുന്ന ചിന്തകളും വിചാരങ്ങളും കടന്നു വരണം. അള്ളാഹു ആദരിച്ച ഇടങ്ങളിൽ, അള്ളാഹു ആദരിച്ച സമയങ്ങളിൽ നന്മകൾക്ക് പ്രത്യേകം പരിഗണന ഉള്ള പോലെ തന്നെ അള്ളാഹു ആദരിച്ച ഇടങ്ങളിലും അള്ളാഹു ആദരിച്ച സമയങ്ങളിലും തെറ്റുകൾ ചെയ്യുമ്പോൾ അതിന്റെ ഗൗരവവും കൂടുതലാണെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ അയിമ്മത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ആത്മീയമായ ഒരുക്കം ഹൃദയത്തിൽ നിന്നും നമുക്ക് തുടങ്ങാം എന്ന് പറയുമ്പോൾ അവിടെ ഓർമ്മ വരുന്നത് ഒരു ഹദീസാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, മനുഷ്യരുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അവൻ മുഴുവനും നന്നായി. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയം നന്നായി കഴിഞ്ഞാൽ എല്ലാം നന്നായി. അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. മനസ്സ് നന്നാവാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ വലിയ സ്വാധീനം ഉള്ളതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതാണോ, നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൽ നിന്നും അകലാൻ കാരണമാകുന്നതാണോ എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയും വിചാരവും നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായി എന്നുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച റബ്ബ് നമ്മോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരു ഹദീസിലൂടെ അത് നമുക്ക് വ്യാഖ്യാനിച്ചും തന്നിട്ടുണ്ട്. നമ്മൾ ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും ഇതിന് മതം എന്ത് പറയുന്നു, മതപരമായി ഈ പ്രവർത്തനത്തിൽ ദീനിയായ രീതിയിൽ ചിന്തിച്ചാൽ ഇത് തെറ്റാണോ ശരിയാണോ എന്ന് ആലോചിക്കാം. ഏത് പ്രവർത്തനവും നമ്മൾ എന്തെങ്കിലും ഒന്ന് വാങ്ങുമ്പോൾ, നമ്മൾ പണം ചെലവ് ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരാളെ കാണുമ്പോൾ, ആളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ, മറ്റ് സാധാരണ നമ്മൾ ചെയ്യാറുള്ള ഏത് പ്രവർത്തനം ചെയ്താലും ഒരു നിമിഷം ആലോചിക്കുക, പടച്ചോനെ ഞാനിത് ചെയ്യ വഴി അള്ളാഹുവെ നിന്നോട് അടുക്കുകയാണോ നിന്നിൽ നിന്നും അകലുകയാണോ എന്ന ചിന്ത. ഞാനിപ്പോ ഈ വർത്തമാനം ഇവിടെ പറഞ്ഞ ഇതിന്റെ പേരിൽ അള്ളാഹു എനിക്ക് കൂലി തരോ അതോ എന്നെ റബ്ബ് ശിക്ഷിക്കോ, ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം നന്നാവാൻ അത് മതി. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം നന്നായി. അള്ളാഹുവിന്റെ നോട്ടം ഹൃദയത്തിലേക്കാണ്. അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളാവട്ടെ ആ ഹൃദയം വർക്ക് ചെയ്യുന്നില്ല, നമ്മുടെ ഹൃദയത്തിൽ ആ ചിന്ത വരുന്നില്ല. ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഇത് മുഖേന ഞാൻ അള്ളാഹുലേക്ക് അടുക്കാണോ, ഞാൻ റബ്ബിൽ നിന്നും അകലുകയാണോ സംഭവിക്കുന്നത് എന്ന് ആലോചിക്കാനുള്ളൊരു കഴിവ് നമ്മുടെ ഹൃദയത്തിനില്ല. അത് ചത്ത് കിടക്കാം, അത് കേടുവന്ന് കിടക്കാം.
ആ ഒരു അവസ്ഥയിലുള്ള നമ്മൾ അതൊന്ന് വർക്ക് ചെയ്യിക്കണം. ആ കേടുപാടുകളൊന്ന് മാറ്റണം. പടച്ചോനെ, ഞാൻ അയാളെ പറ്റി പറയുന്നത് മുഖേന നിന്റെ അടുത്ത് നിന്ന് എനിക്ക് ശിക്ഷയുണ്ട്, അതുകൊണ്ട് ഞാൻ അയാളെ പറ്റി പറയുന്നില്ല. ഈ ഒരു തീരുമാനമെടുക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്താൽ അതിനെയാണ് ആത്മീയത എന്ന് പറയുന്നത്. ഈ പാകപ്പെടുത്തിയെടുക്കൽ നമുക്ക് റമദാന്റെ മുന്നേ നിർബന്ധമായിട്ടും വേണ്ടതാണ്. ഇങ്ങനെ ഒരു ചിന്തയിലേക്കാണ് മനസ്സ് പോകുന്നില്ല എങ്കിൽ, ഞാനിപ്പോൾ അവിടെ സംബന്ധിക്കുക വഴി എനിക്കൊരു തെറ്റ് ചെയ്യേണ്ടി വരും എന്ന് തോന്നുകയാണെങ്കിൽ ആ തോന്നൽ ഇല്ല നമുക്ക്. നമ്മുടെ ഹൃദയം ഉറച്ചു. അള്ളാഹു എന്ന ചിന്തയില്ലാത്തത് നമ്മുടെ ഹൃദയം ഉറച്ചതുകൊണ്ട്. കല്ലിനേക്കാളും ഉറച്ചുപോയി. وَإِنَّ مِنْهَا لَمَا يَشَّقَّقُ فَيَخْرُجُ مِنْهُ الْمَاءُ وَإِنَّ مِنْهَا لَمَا يَهْبِطُ مِنْ خَشْيَةِ اللَّهِ وَمَا اللَّهُ بِغَافِلٍ عَمَّا تَعْمَلُونَ. കല്ലിനേക്കാൾ ഉറച്ചു എന്ന് പറഞ്ഞാൽ കല്ലിൽ പോലും അള്ളാഹിനോടുള്ള പേടി കാണപ്പെടാം. കല്ലിൽ പോലും അള്ളാഹുവിനോടുള്ള പേടി കാണപ്പെടാം. കല്ലിനേക്കാളും ഉറച്ചോടുത്ത് അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കല്ലിനേക്കാളും ഉറച്ചതാണ് നമ്മുടെ ഹൃദയം. നമ്മുടെ ഹൃദയത്തിൽ അല്ല എന്ന ചിന്ത വരുന്നില്ല. കാരണം നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല, നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യം ഇത് റബ്ബിലേക്ക് അടുപ്പിക്കാണോ അതല്ല റബ്ബിൽ നിന്നും അകറ്റുകയാണോ എന്നൊരു തീരുമാനം എടുക്കാൻ നമ്മുടെ ഹൃദയം കൊണ്ട് കഴിയാതെ പോകുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ മഹാന്മാരുടെ ജീവിതം അങ്ങനെയല്ല. മഹാന്മാരുടെ ജീവിതത്തിൽ അവർ എന്ത് ചെയ്താലും ഇത് റബ്ബിനോട് ഞാൻ അടുക്കുകയാണോ, ഞാൻ ഈ ചെയ്യുന്ന കാര്യം കൊണ്ട് റബ്ബിൽ നിന്നും അകലുകയാണോ, ഞാൻ ഈ പറയുന്ന കാര്യം കൊണ്ട് അള്ളാഹുവോട് അടുക്കുകയാണോ, ഞാൻ ഈ പറയുന്ന കാര്യം കൊണ്ട് അള്ളാഹുവിൽ നിന്നും അകലുകയാണോ, ഈ ചിന്തയാ മഹാന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഉണ്ടായിരുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു യാത്ര പോവുകയാണ്. കടലിന്റെ തിരമാല ഓളം തള്ളുന്നത് ഒരു വനത്തോട് ചേർന്ന ഭാഗം, വനാന്തര പ്രദേശവും കടൽ തീരവും സംഗമിക്കുന്ന ഒരു ഭാഗത്തു കൂടി യാത്ര പോവാം. അപ്പോഴുണ്ട് കടൽ തീരത്ത് തിരയോട് ചേർന്ന് വനത്തിൽ നിന്നും കൂട്ടം തെറ്റി വന്ന ഒരു കഴുത. അതവിടെ വന്ന് അവിടെ ചത്തു വീണ് കിടക്കാം. കഴുതയുടെ ശവം. തിരമാല ഓളം തള്ളി വരുമ്പോൾ തിരമാലയിലൂടെ വരുന്ന കടൽ ജീവികൾ ഈ ശവത്തിൽ കൊത്തിവലിക്കുന്നു. തിരമാല പുറകോട്ട് പോകുമ്പോ വനത്തിലെ ഹിംസ്ര ജന്തുക്കൾ വന്നിട്ട്, വന്യജീവികൾ വന്ന് ഈ ശവത്തിന്റെ ഇപ്പുറത്തു നിന്നും തിന്നുന്നു. ഒരേ സമയം കടൽ ജീവികളും കരയിലെ ജീവികളും ഒരു കഴുതയുടെ ശവത്തെ തിന്നുന്ന കാഴ്ച കണ്ടപ്പോ, സാധാരണ ഒരു വ്യക്തി മരിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി ചത്തുപോയാൽ അതിനെ കുഴിച്ചിട്ടാൽ എത്ര കാലം കൊണ്ട് അതിന്റെ ശരീരത്തിൽ നിന്നും മാംസഭാഗങ്ങളൊക്കെ ഊർന്നുപോയി, അലിഞ്ഞുപോയി, എല്ല് മാത്രമാവാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നോക്കി നിൽക്കുമ്പോൾ തന്നെ കടൽ ജീവികളും കരജീവികളും കൂടി ഈ ശവത്തിന്റെ രണ്ട് ഭാഗത്തു നിന്നും തിന്ന് അത് പെട്ടെന്ന് എല്ലായി മാറാം. സ്വാഭാവികമായി അത് കണ്ടപ്പോ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ വന്നു. അല്ലാഹുവേ, മരിച്ചാൽ, മറവ് ചെയ്താൽ, മണ്ണോട് ചേർന്നാൽ, മയ്യത്തിന്റെ ശരീരത്തിൽ നിന്നും എല്ലാം മണ്ണ് തിന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എല്ലല്ലേ, ഈ എല്ലിൽ നിന്നും എങ്ങനെയാ? وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. അല്ലാഹു ആരാ? ഒരു എല്ല് നുരുമ്പിയതിൽ നിന്നും ഒരു ജീവനെ പുനർജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അല്ലാഹ്. നമ്മളൊക്കെ ഖബറിലേക്ക് പോയാൽ മണ്ണായി മാറും. പിന്നെ നമ്മുടെ ശരീരത്തിന്റെ എല്ലിന്റെ ഏതെങ്കിലും ഒരു അംശം ബാക്കി ഉണ്ടെങ്കിൽ പുനർജീവിതത്തിലേക്ക് അതാണുള്ളത്.
അതിൽ നിന്നും നമ്മെ പടയ്ക്കാൻ ഒരു പുനർജീവിതത്തിന് കഴിയുന്നവനാണ് അല്ലാഹ് എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ തത്വം നമ്മുടെ വിശ്വാസമാണ്. പുനർജീവിതം നമ്മുടെ വിശ്വാസമാണ്. ഒരു കഴുതയുടെ ശവം തിന്നുന്ന കടൽ ജീവികളെയും കരയിലെ ജീവികളെയും ചിന്തിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സ്വാഭാവികമായും തോന്നുന്ന സംശയമാണ്, പുനർജീവിതം ഒന്നെനിക്ക് കാണണമല്ലാ. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ أَرِنِي كَيْفَ تُحْيِي الْمَوْتَى قَالَ أَوَلَمْ تُؤْمِنْ قَالَ بَلَى وَلَكِنْ لِيَطْمَئِنَّ قَلْبِي. അല്ലാഹുവേ, എങ്ങനെയാ നീ മരിച്ചവരെ ജീവിപ്പിക്കാ? സയ്യിദുനാ ഇബ്രാഹിം വിശ്വാസമില്ലാനിട്ട് ചോദിച്ചതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൽ അല്ലാഹനെ കണ്ടെത്താൻ നമുക്ക് കഴിയണം. ഞാൻ ഇപ്പോൾ അവിടേക്ക് പോയാൽ ആ സദസ്സിലെ പാട്ടും കൂത്തും ഞാൻ പങ്കെടുത്താൽ എന്റെ ഈമാനല്ലേ പോകുന്നത് എന്ന ചിന്ത നമ്മുടെ മനസ്സിലില്ല. ഞാനിപ്പോൾ ആ സദസ്സിൽ പോയിരുന്നാൽ പടച്ചോനെ എനിക്ക് നിന്നെ ഓർക്കാൻ കഴിയുമല്ലോ, ആ ദുആക്ക് ഒരു ആമീൻ പറയാൻ പറ്റുമല്ലോ. ഈ ചിന്തയാണ് നമുക്ക് ഉള്ളത് എങ്കിൽ നമ്മൾ വിജയിച്ചു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്ത് ചെയ്യുമ്പോഴും ഒരു ചിന്ത, അതിന്റെ മുന്നേ ഇത് നല്ലതിലേക്കാണോ ചീത്തയിലേക്കാണോ, ഈ രീതിയിൽ നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യണം. അത് ശഅബാൻ മാസത്തിൽ നിർബന്ധ, എന്നാലും റമദാൻ കബൂലാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഇബ്രാഹിം നബിയോട് ചോദിച്ചു, ഖാല അവലം തുഅ്മിൻ, ഇബ്രാഹിം നബിയെ മരിച്ചവരെ അല്ലാഹു ജീവിപ്പിക്കുമെന്നതിൽ അങ്ങേക്ക് വിശ്വാസമല്ലേ? ഖാല ബല, എനിക്ക് വിശ്വാസമുണ്ട്. വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ കൽബിന്റെ തുമഅനീനത്തിന് വേണ്ടിയാണ്, എന്റെ ഹൃദയത്തിന്റെ ഉറപ്പിന് വേണ്ടിയിട്ട് ആ ഈമാനുണ്ട്. പക്ഷെ അത് ഉറച്ച ഈമാനാവണം. അല്ലാഹു പറഞ്ഞു, 4 തരം പക്ഷികളെ പിടിക്കുക. ഫഖുദ് അർബഅതം മിനത്തൊയ്രി ഫസുറുഹുന്ന ഇലൈക്. 4 തരം പക്ഷി. മഹാനായ ഇബ്രാഹിം നബി ഒരു പരുന്തനെ പിടിച്ചു, ഒരു മയിലിനെ പിടിച്ചു, ഒരു പ്രാവിനെ പിടിച്ചു, മഹാനവറുകൾ ഒരു പൂവൻകോഴിയെ പിടിച്ചു. ഈ 4നെയും മഹാനവറുകൾ കഴുത്തറുത്തിട്ട് തലഭാഗം കയ്യിൽ വെച്ചു, ഉടല് ഭാഗം 4ന്റെയും വെട്ടിനുറുക്കി തുണ്ടം തുണ്ടമായി. എന്നിട്ട് എല്ലാത്തിനെയും കൂട്ടിക്കലർത്തി ഇടകലർന്നു എല്ലാത്തിന്റെയും തൂവലും ശരീരവും രക്തവും മാംസവും. എന്നിട്ടോ ചുറ്റുപാടും കാണുന്ന 4 പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചു, കുഴിച്ചിട്ടു. അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം നബിയേ, ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا. 4 തലയും കയ്യിൽ വെച്ചിട്ട് ഓരോന്നിനെ പേര് ചൊല്ലി വിളിച്ചാൽ പലയിടങ്ങളിലായി ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കുഴിച്ചിടപ്പെട്ട പക്ഷികൾ അങ്ങയുടെ മുന്നിലേക്ക് പറന്നു വരും. ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞു നടന്നു വരും. അങ്ങയുടെ മുന്നിലേക്ക് വരും, ഒരു അപാകതയുമില്ലാതെ. എന്നിട്ട് അങ്ങയുടെ മുന്നിലുള്ളതായ ആ ശിരസിലേക്ക് ആ വരുന്ന ശരീരം ചേരും. ഇതങ്ങേക്ക് കാണാം. വഅലമന്നല്ലാഹ അസീസുൻ ഹകീം. അങ്ങ് മനസ്സിലാക്കിക്കോ, അല്ലാഹു തന്ത്രശാലിയാ പ്രതാപിയാ റബ്ബ് നമുക്ക് കരുണ ചെയ്യട്ടെ. അപ്പൊ ഇബ്രാഹിം നബിയുടെ സാധാരണ പ്രവൃത്തി അല്ലാഹുവിലേക്ക് അടുക്കാം. ഇബ്രാഹിം നബി ഇപ്പൊ എക്സ്ട്രാ ഒരു പ്രവൃത്തി ചെയ്തു, കൂടുതൽ അടുക്കാൻ. ലിയത്മഇന്ന ഖൽബി. ഇതിന് വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ ഈമാനെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇബ്രാഹിം നബി ഉദ്ദേശിച്ചിരിക്കുന്നത് നിലവിലെ ഈമാൻ വർദ്ധിക്കല. നിലവിലെ ഈമാൻ വർദ്ധിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈമാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അത് ഉറപ്പുണ്ടെങ്കിൽ അതിന്റെ മുകളിലേക്ക് എത്ര നില പണിതാലും അത് ഉറപ്പ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണല്ലോ ഈമാൻ എന്ന് പറഞ്ഞാൽ. അതിന്റെ അടിവേര, ഫൗണ്ടേഷൻ നല്ല ഉറപ്പ് വേണം. ആ ഉറപ്പുള്ള ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് ഒരു ഖത്തം ഓതിയാൽ അത് ഉറപ്പില്ലാത്ത ഫൗണ്ടേഷനിൽ പണിയുന്ന ഒരു ഖത്തമിനേക്കാളും കൂലി കൂടുതലാണ്. ആ ഉറപ്പുള്ള ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് അവ്വാബിൻ നിസ്കാരം ഉണ്ടെങ്കിൽ അത് സാധാരണ നിസ്കാരം പോലെയല്ല. ഉറപ്പുള്ള ഫൗണ്ടേഷൻ ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞ അസ്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ
അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കസദറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫറഉഹാ ഫിസ്സമാ. പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വൃക്ഷത്തെ ഉപമിച്ചുകൊണ്ടാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വലിയ വൃക്ഷം. ആ വൃക്ഷത്തിന്റെ വേര് മണ്ണിന്റെ അടിയിലേക്ക് എത്രമാത്രം ആണ്ടിറങ്ങുന്നുവോ അത്ര കണ്ട മരത്തിന്റെ ഉറപ്പ് പോലെ ഈമാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ആണ്ടിറങ്ങേണ്ട വൃക്ഷമാണ് നമ്മുടെ ഈമാൻ. ഹൃദയം വർക്ക് ചെയ്യണം, മനസ്സ് ആലോചനാ പദത്തിലെത്തണം. പടച്ചോനെ, ഞാനിപ്പോൾ അവിടെ എന്തെങ്കിലും വർത്തമാനം പറയുക വഴി ഞാൻ നിന്നോട് അടുക്കുകയാണോ, നിന്നിൽ നിന്നും അകലുകയാണോ? അല്ലാഹുവേ, ഞാൻ അവിടെ പോവുക വഴി, ഞാൻ ആ പ്രവൃത്തി ചെയ്യുക വഴി നിന്നോട് അടുക്കുകയാണോ, നിന്നോട് അകലുകയാണോ? ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവല, നമ്മുടെ ഹൃദയത്തിൽ ആ ഈമാൻ എന്ന വൃക്ഷത്തിന്റെ വേര് ആണ്ടാണ്ടിറങ്ങ. ഖുർആൻ പറയുന്നു, അലം തറ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ. നമ്മളൊക്കെ വിശ്വസിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുണ്ടല്ലോ, അതൊരു മരം പോലെയാ. നല്ലൊരു വൃക്ഷം പോലെയാ നമ്മുടെ ഹൃദയത്തിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്ലുഹാ സാബിത്, അതിന്റെ വേര് ഉറക്കട്ടെ. വഫറഉഹാ ഫിസ്സമാ, നല്ല ഉറപ്പ് ആ വേരിന് ഉണ്ടെങ്കിൽ അതിന്റെ ശിഖരം എത്ര വിടർന്നാലും കുഴപ്പമില്ല. നല്ല ഉറപ്പുണ്ടെങ്കിൽ ആ മരത്തോട് നമുക്ക് വലിയൊരു ബഹുമാന, ആ മരത്തോട് വലിയൊരു സന്തോഷമാ. അതങ്ങനെ ഒന്നും ഒടിഞ്ഞു വീഴൂല. നമ്മളിങ്ങനെ പോരുമ്പോ ഞാൻ ഈ ഹൈവേയുടെ വികസനം ഇങ്ങനെ ആലോചിച്ചപ്പോ ആദ്യം ആലോചിച്ചത് ആ കോതവറമ്പിൽ റോട്ടിൽ കുറെ മരം നിൽക്കുന്നുണ്ട്. എത്ര മനുഷ്യന്മാർക്ക് തണല് കൊടുത്ത മരാണിത് അല്ലേ? അല്ലാഹുവേ, അതെന്ത് ചെയ്യുന്ന ഞാൻ ആദ്യം ഓർത്ത്. എത്ര തലമുറ അതിന്റെ തണല് കൊണ്ടു, ഇപ്പോഴും അതിങ്ങനെ ഉറച്ചു നിൽക്കുന്നു. എത്രയോ വലിയ മരം. ടിപ്പു സുൽത്താൻ വെച്ചതാണത്. അങ്ങനെല്ലോ ഉണ്ടോ? ചില റോഡുകൾ അങ്ങനെ ഉണ്ട്. ടിപ്പു സുൽത്താൻ റോഡ്, അവിടെ മുഴുവൻ മൂപ്പര്. ഉത്തരേന്ത്യയില് ഏറ്റവും കൂടുതൽ മരം വെച്ച് പിടിപ്പിച്ചത് ഷീർഷാ സൂരിയാണ്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരം വെച്ച് പിടിപ്പിച്ചത് ടിപ്പു സുൽത്താനാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മരം വെട്ടി നശിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. ഇപ്പൊ അവര് ഖേദിച്ചുകൊണ്ടിരിക്കുക. മരങ്ങൾ കൂടുതൽ നടണം എന്ന തത്വം ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അമേരിക്ക. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം ഖിയാമത്ത് നാൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നീ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും കയ്യിൽ ഒടിച്ചു കുത്തിയാൽ പൊടിച്ചു വരുന്ന ചെടിയുണ്ടെങ്കിൽ അത് ഒടിച്ചു കുത്തണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരം ഒരു വരം തന്നെയാണ്. ഏതായാലും ഖുർആൻ ഇവിടെ തൗഹീദിനെ ഉപമിച്ചത് ഒരു മരത്തോടാണ്. അത് മരത്തോടുള്ള ഒരു ബഹുമാനം കൂടിയാണ് കേട്ടോ. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നവരെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങോട്ട് ഇറങ്ങണം താഴേക്ക്. അങ്ങനെ ഇറങ്ങിയാൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് മാറ്റം വന്നാൽ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒക്കെ ഈമാൻ എങ്ങനെയാ? എന്തെങ്കിലും ഒന്ന് കണ്ടാൽ നമുക്കതിൽ ഈമാൻ കൊള്ളാറുണ്ടോ? എന്തെങ്കിലും ഒന്ന് കണ്ടാൽ തവളയെ പരീക്ഷണാർത്ഥം കൊല്ലുന്നത് തടഞ്ഞിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. എന്താണ് കാരണമെന്നറിയുമോ? തവള അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എടവപ്പാതി എത്തുമ്പോ തവള കരയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ദിക്റാൻ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. ഈ ഭൂമിയിൽ എല്ലാം അല്ലാഹുവിന്റെ ദിക്റിലാ. വന്നജ്മു വസ്സജറു യസ്ജുദാൻ, നമ്മുടെ കാലിൽ ചുറ്റുന്ന വള്ളിച്ചെടികളും വലിയ വലിയ മരങ്ങളും യസ്ജുദാൻ, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. സുജൂദ് നമ്മൾ കാണുന്നില്ല. പണ്ടൊരാൾക്ക് മാനസിക രോഗം വന്നപ്പോൾ അയാളെ ഒരു സെല്ലിലിട്ടു. അയാള് പറഞ്ഞു, രോഗം മാറിയപ്പോ പഴയ കാലത്തെ ഓർമ്മ കൊണ്ട് അയാള് പറഞ്ഞു, സെല്ലിൽ കിടക്കുമ്പോൾ
ഈ ഇരുമ്പഴികൾ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന പോലെ എനിക്ക് അന്ന് തോന്നിയിരുന്നു. രോഗം മാറിയപ്പോ പറഞ്ഞു. സത്യത്തിൽ ഇപ്പൊ നമുക്ക് രോഗമുള്ള പോലെ തോന്നണല്ലേ? ശരിയായ അവസ്ഥ അതായിരിക്കും ഒരു പക്ഷേ. ഒരാള് രോഗിയായിരുന്നപ്പോ, മാനസിക രോഗിയായിരുന്നപ്പോ, സെല്ലിൽ കിടന്നപ്പോ സെല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതായിട്ട് അയാൾക്ക് തോന്നിയിട്ടുണ്ടെന്ന്. അയാൾ രോഗം മാറിയപ്പോഴാണ് പറഞ്ഞത്. ശരിക്കും ശരിയായ അവസ്ഥ ഏതാണ്? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിയുന്നതാ. ഈ ലോകത്ത് അങ്ങനെയായെല്ലാം അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്നവർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാൽ വശജറു വദ്ദവാബ് വകസീർ മിനൻ നാസ് وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء. നബിയെ അങ്ങ് കാണുന്നില്ലേ? കാണാൻ അല്ലാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. എന്താ കാണുന്നില്ലേ എന്ന് ചോദിച്ചത്? യസ്ജുദു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവരും അല്ലാഹുക്ക് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെയ്തിട്ട് തീർന്നില്ല, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാം. ഭൂമിയിലുള്ള പലതും ഹബീബെ അങ്ങ് കാണുന്നില്ലേ? ഭൂമിയിലുള്ള പലതും അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കാം. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സില് കുറച്ച് കല്ലുകൾ സ്വഹാബികൾ കയ്യിൽ പിടിച്ചു. ഇബ്നു ഹിബ്ബാൻ അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട് ഈ ഹദീസ് എന്നാണ് എൻ്റെ ഓർമ്മ. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹാബികളുടെ കയ്യിലേക്ക് ഹബീബായ നബി തങ്ങൾ കുറച്ച് ചരൽ കല്ലുകൾ വാരിക്കൊടുത്തു. ഈ ചരൽ കല്ലുകൾ ഓരോ സ്വഹാബിയുടെയും കയ്യിൽ വരുമ്പോൾ ആ ചരൽ കല്ലിൽ നിന്നും തസ്ബീഹിന്റെ ശബ്ദം കേൾക്കാം. ഹബീബ് കൊടുത്ത കല്ലാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവരും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിലുണ്ടെന്ന് ഞാൻ ഓർക്കുന്നു. ഏതായാലും പ്രബലമായ ഹദീസ് തന്നെ. മക്കയിലെ ഒരു കല്ലിനെ എനിക്ക് ശരിക്കറിയാം. ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നുബുവത്തിന്റെ മുമ്പും നുബുവത്തിന്റെ ശേഷവും ആ കല്ല് എന്നോട് സലാം പറയുന്നു. അങ്ങനത്തെ ഒരു കല്ല് മക്കയിലുണ്ടായിരുന്നു. എനിക്ക് ആ കല്ലിനെ നന്നായി അറിയാമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവ്വതും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. അങ്ങ് കാണുന്നില്ലേ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? നീ കേട്ടോളൂ, പ്രത്യേകം പറഞ്ഞു, വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു വകസീറും മിനൻ നാസ്. സൂര്യൻ അല്ലാഹുവിന് സുജൂദ് ചെയ്യാം, ചന്ദ്രൻ അല്ലാഹുവിന് സുജൂദ് ചെയ്യാം. സൂര്യാസ്തമയത്തെ കുറിച്ച് സ്വഹാബത്ത് പറയുന്നുണ്ട്, അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ പോകുന്നതാണ്. സൂര്യാസ്തമയത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് ഉദിച്ച് പടിഞ്ഞാട്ട് സൂര്യൻ പോകുന്നത് സുജൂദ് ചെയ്യാൻ പോകുന്നതാണെന്ന് കമാ ഖാല റസൂലുള്ളാഹി. സുജൂദ് കഴിഞ്ഞാൽ അനുവാദം കൊടുക്കും, എണീറ്റ് പൊക്കോളാൻ. അങ്ങനെ അനുവാദം കൊടുക്കാൻ വൈകുന്ന ദിവസമാണ് പടിഞ്ഞാറ് ഉദിക്കുക. നേരം വൈകിയ പിന്നെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങും. മനസ്സിലായില്ലേ? നേരം വൈകി അവിടുന്ന് പിന്നെ തുടങ്ങാം. ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് സാവി റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്ത് യാസീന്റെ വ്യാഖ്യാനത്തിൽ ഈ തഫ്സീർ പറയുന്നുണ്ട്. നേരം വൈകിയ പിന്നെ അവിടുന്ന് തുടങ്ങാതാണ് ഖിയാമത്ത് നാള്. ആ സുജൂദ് അങ്ങ് ദീർഘമാവും. സൂര്യൻ സുജൂദ് ചെയ്യുന്നു എന്ന് കമാ ഖാല റസൂലുള്ളാഹി. ചന്ദ്രൻ സുജൂദ് ചെയ്യുന്നു എന്ന് ഖുർആൻ, സൂര്യൻ സുജൂദ് ചെയ്യുന്നു എന്ന് ഖുർആൻ. കോടാനുകോടി വരുന്ന നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യുന്നു. വൽ ജിബാൽ,
പർവ്വതങ്ങൾ സുജൂദ് ചെയ്യുന്നു, വസ്സജറു എല്ലാ വൃക്ഷങ്ങളും സുജൂദ് ചെയ്യുന്നു, വദ്ദവാബ് ഭൂമിയിലുള്ള സർവ്വ സൃഷ്ടിചരാചരങ്ങളും സുജൂദ് ചെയ്യുന്നു, വകസീറും മിനന്നാസ് കുറെ ആളുകൾ സുജൂദ് ചെയ്യുന്നു, കുറെ മനുഷ്യന്മാരും സുജൂദ് ചെയ്യുന്നു. മനുഷ്യന്മാരെ പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞില്ല. അല്ലാഹുവേ, നിന്നെ കാണാൻ, നിന്നെ അറിയാൻ ഈ ഭൂമിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. എന്നിട്ടും നമ്മളത് അറിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നമ്മുടെ ഹൃദയം വർക്ക് ചെയ്യുന്നില്ല, നമ്മുടെ ഹൃദയം കാഠിന്യമായിരിക്കുന്നു, നമ്മുടെ ഹൃദയം നന്നായിട്ടില്ല എന്ന് ചുരുക്കം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ശഅബാൻ മാസം നമ്മുടെ ഹൃദയം ഒന്ന് അനങ്ങണം, ഒന്ന് പിടയ്ക്കണം. ആരാ മുഅ്മിൻ? ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. സൂറത്തുൽ അൻഫാൽ. അല്ലാഹ് എന്ന് കേട്ടാൽ മനസ്സ് പിടയും, കണ്ണ് നിറയും, അവരാണ് മുഅ്മിൻ. അല്ലാഹു അവിടം വരെ നമ്മെ എത്തിച്ചു തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആലോചിക്കേണ്ട കാര്യം. നമ്മൾ പലതും കാണുന്നുണ്ട്, അതിലൊന്നും അള്ളാനെ കാണുന്നില്ല. അപ്പൊ അതൊരു രോഗ. എല്ലാത്തിലും അള്ളാണ്ട്. ആ കാഴ്ച, കണ്ണിന്റെ കാഴ്ച കുറയാണല്ലോ നമുക്ക്. അത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു മരുന്ന് ചെയ്യേണ്ട കാര്യത്തിലൂടെയാണ് ആ ആവശ്യം പോകുന്നതെങ്കിൽ അതിന് രോഗം എന്നാ പറയാ. എല്ലാത്തിലും അള്ളാണ്ടെന്നാ ഖുർആൻ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. ആകാശത്തെ പടച്ചതിലും ഭൂമിയെ സൃഷ്ടിച്ചതിലും രാത്രി കഴിഞ്ഞിട്ട് പകല് വരുന്നു, പകല് കഴിഞ്ഞിട്ട് പിന്നെയും രാത്രി വരുന്നു. ഒന്നിരുന്ന് ആലോചിച്ചാൽ ഇതിലെല്ലാം ലആയാത്ത്, അല്ലാഹനെ കണ്ടെത്താൻ കഴിയുമെന്ന് ഖുർആൻ. എത്ര രാത്രി കണ്ടവരാ നമ്മൾ, എത്ര പകല് അനുഭവിച്ചവരാ നമ്മൾ. എന്നിട്ടും അല്ലാഹനെ കണ്ടിട്ടില്ലല്ലോ. എന്തിനേറെ നമ്മുടെ മുന്നിൽ പല കാഴ്ചകളും അല്ലാഹനെ കാണിച്ചു തരുന്നുണ്ട്, എന്നിട്ടും നമ്മളത് കാണുന്നില്ലല്ലോ. 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി സഹോദരി, 2-3 ചെറിയ മക്കളാ. ആ സഹോദരിക്ക് ക്യാൻസറാ. അല്ലാഹു ശിഫ നൽകട്ടെ. ഒന്ന് ആലോചിച്ചാൽ നമ്മുടെ ഹൃദയം തുറക്കും. അല്ലാഹുവേ, ഒരു ചെറുപ്പക്കാരൻ 34 വയസ്സാ, ക്യാൻസറാണ്, 3 പെൺകുട്ടികളാ. ഒന്ന് ആലോചിച്ചാൽ നമ്മുടെ ഹൃദയം തുറക്കും, അല്ലാഹനെ കാണാൻ കഴിയും. എന്നിട്ടും നമ്മുടെ ഹൃദയം തുറക്കുന്നില്ലല്ലോ. എത്രയോ വലിയ അനുഗ്രഹങ്ങളിലും സമ്പൽ സമൃദ്ധിയിലും സാമ്പത്തികത്തിലും കഴിഞ്ഞു. ഒറ്റ രോഗം, ആ മനുഷ്യൻ സക്കാത്ത് മേടിക്കുന്നു, കൈനീട്ടുന്നു. ആ അവസ്ഥയിലേക്ക് ചികിത്സ അയാളെ തരം താഴ്ത്തിക്കളഞ്ഞു. എന്നിട്ടും രോഗത്തിന് കുറവില്ല. ഇപ്പോൾ വാടക വീട്ടിലാ. അറിഞ്ഞതല്ലേ നമ്മൾ, കേട്ടതല്ലേ ഇതുപോലത്തെ 1000 കാര്യങ്ങൾ. എന്നിട്ടും നമ്മുടെ മനസ്സിൽ നമ്മൾ നാളെ അങ്ങനെ ആകുമോ? നിനക്കല്ലേ ഇതിനെല്ലാം കഴിവ്. ഇത് നമ്മൾ ചിന്തിച്ചോ? അതിലും നമുക്ക് അല്ലാഹനെ കാണാൻ കഴിയും. എന്നിട്ടും നമ്മൾ നന്നായിട്ടില്ല. ഏറ്റവും വലിയ വഅദേതാ? ഒരാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം ഹബീബ് പഠിപ്പിച്ചു. ഏറ്റവും നല്ല വഅദ് അത് മരണമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മരണം ഓർത്താൽ മതി, ഒരാൾ നന്നാവാൻ വേറെ വഅദ് വേണ്ട. മരണം ഓർത്താൽ മതി, മരണമോർത്താൽ മതി, നരകമോർത്താൽ മതി. പടച്ചോനെ, ഖുർആൻ പറഞ്ഞത് നരകം മുന്നിൽ വന്ന് അതിനങ്ങനെ കാണുമ്പോഴാ മനുഷ്യന്റെ ഉള്ളിലേക്ക് വരാം, അല്ലോ ഇതൊക്കെ സത്യാണല്ലേ എന്ന് തോന്നാ. നരകമോർത്താൽ മതി,
നരകമോർത്താൽ മതി മാലീലം അറ മീകായീല ലാഹിഖൻ ഖത്തു ഫഖാല ജിബ്രീലു മുൻദു ഖുലിഖത്തിന്നാർ മാ ലഹിക മീകായീലു മുൻദു ഖുലിഖത്തിന്നാർ സയ്യിദുനാ റസൂലുള്ളാഹി. പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുന്നിൽ വന്നപ്പോൾ അള്ളാന്റെ ഹബീബ് ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലെ എന്റെ കുഴപ്പമാണോ? മാലി എനിക്കെന്ത് പറ്റി? മീകായിലിനെ ഞാൻ കുറെ നാളായി നിരീക്ഷിക്കുന്നു, മീകായിൽ ചിരിക്കുന്നില്ല ജിബ്രീലെ. സയ്യിദുനാ റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ മാ ലഹിക മീകായിലു മുൻദു ഖുലിഖത്തിന്നാർ, നരകം പടച്ച അന്ന് മുതൽക്ക് മീകായിൽ ചിരിച്ചിട്ടില്ല നബിയേ. സയ്യിദുനാ ജിബ്രീൽ അവര് നരകത്തിൽ പോകൂല, എന്നാലും ചിരിച്ചില്ല. എങ്ങനെ ചിരിക്കാൻ കഴിയും? ആലോചിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇറക്കി കൊടുക്കുക കുറെ കാര്യങ്ങള്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കവിളിൽ നല്ല ശുഭവസ്ത്രധാരിയായി നല്ല വെളുത്ത തുടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വർണ്ണന പറയുന്നുണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ. ജിബ്രീൽ മുടി ചീകി വന്നാൽ ആ മുടിയുടെ തിളക്കം മഞ്ഞു തുള്ളിയിലേക്ക് ജലകണത്തിലേക്ക് വെയിലടിച്ചാൽ എങ്ങനെയോ അങ്ങനെ എന്തൊരു ഭംഗിയായിരിക്കും. മഹാന്മാരായ സ്വഹാബത്ത് പലരും കൊതിച്ചിട്ടുണ്ട് ജിബ്രീലിന്റെ ഈ വലിയ ഭംഗി. എന്തൊരു ഭംഗിയാ ജിബ്രീലിന്റെ ഭംഗി. അള്ളാഹു തൗഫീഖ് ചെയ്ത് നമുക്ക് ഒരു ദിവസം അത് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ സ്വഹാബത്ത് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ജിബ്രീലിന്റെ ഭംഗി കാണാൻ വേണ്ടി. പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് സ്വകാര്യമായിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് കാണിച്ചു തരുമെന്ന്. അങ്ങനെ ഉണ്ടല്ലോ, എപ്പോഴും എന്നെ ആളൊന്ന് കാണിച്ചു തരുമെന്ന് സ്വകാര്യമായിട്ട് പോയി ചോദിച്ചിട്ടുണ്ട്. കാണാൻ പറ്റിയിട്ടില്ല. കണ്ടു തുടങ്ങുമ്പോഴേക്കും കണ്ണു മഞ്ഞളിച്ചു. വലിയ ഭംഗിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും ആഗ്രഹിച്ചിട്ടുണ്ട് ഒന്ന് കാണാൻ, പൂർണ്ണമായ രൂപത്തിൽ. കാണാൻ പറ്റിയിട്ടില്ല. പരിപൂർണമായ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ പോലും ആ ഭംഗി പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. 600 ചിറക് വിടർത്തിയ ജിബ്രീൽ 2 വട്ടം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പോലും വന്നിട്ടുള്ളൂ. ഒന്ന് വഹയിന്റെ ആദ്യത്തെ ആ സമയത്തും, 2 സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചു. ുള്ള റൂഫത്തിൽ ഫാർത്ത് താഹ വെളിപ്പെട്ട് എന്നും സിദ്റത്തുൽ മുൻതഹയിങ്കൽ ബൈത്തിട്ട് കണ്ടു അഫ്ളദ് അജ്നാഹവർക്കർ നൂറുണ്ട് കഫനേള് പൂവിയും മറൈഫാൻ ഫോതുമതിലുണ്ട് പിണ്ട് വിവരിക്കാൻ പാടില്ലാത്ത വിധത്തിലും വിസ്താര കൗതുക കോലം കണ്ടാറന്റാവിലും നണ്ടായി നബി ഫട്ടം കിട്ടപ്പെട്ട ആണ്ടിൽ ആദിയേ നല്ലവർ അതീഖ് മുൻകൊണ്ടൈമാൻ ഫുദുക്കിയേ. 2 വട്ട കണ്ടത്. ജിബ്രീലിന്റെ ചിറകിൽ നിന്നും മുത്തും പവിഴവും ചിതറി നിൽക്കുന്ന ഭംഗിയാ. ആ ജിബ്രീലിന്റെ മനുഷ്യരൂപത്തിൽ വരുന്ന കോലം സ്വഹാബികളിൽ വളരെ ഭംഗിയുള്ള സ്വഹാബിയാണ് മഹാനായ ദിഹിയത്തുൽ ഖൽബി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി. ദിഹിയത്തുൽ ഖൽബി എങ്ങനെ പോകുന്ന കണ്ടാൽ മക്കയിലെ തരുണികൾ മറയുടെ പിന്നിലേക്ക് മാറുമെന്ന ദിഹിയത്തുൽ ഖൽബി എന്ന് പറയുന്ന മഹാനായ സ്വഹാബി പോകുന്നത് കണ്ടാൽ മക്കയിലെ തരുണികൾ, മക്കയിലെ ചെറുപ്പക്കാരികളായ സഹോദരിമാർ മറയുടെ പിന്നിലേക്ക് മാറുമെന്തിനാണെന്നറിയുമോ? ദിഹിയത്തുൽ ഖൽബിയെ ആരും കാണാതെ തനിച്ചിരുന്നു നോക്കാൻ. ഞാൻ ദിഹിയത്തുൽ ഖൽബിയെ നോക്കുന്നത് വേറെ ആരെയും കണ്ട നാണാവൂലേ? അപ്പൊ നാണം ആയിട്ട് ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മറയുടെ പിന്നിൽ നിന്ന് നോക്കും. അപ്പൊ മതിയോളം നോക്കുന്ന അത്രയും ഭംഗിയായിരുന്നു ദിഹിയത്തുൽ ഖൽബി എന്ന് പറയുന്ന സ്വഹാബിക്ക്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മിക്കവാറും വരാ ഈ സ്വഹാബിയുടെ കോലത്തിലാ. അതൊരു ഭാഗ്യല്ലേ?
ജിബ്രീൽ അലൈഹിസ്സലാം മിക്കവാറും വരാ ദിഹിയത്തുൽ ഖൽബി എന്ന സ്വഹാബിയുടെ രൂപത്തിലാണ്. വലിയ ഭംഗിയാ ജിബ്രീൽ വരുമ്പോൾ അലൈഹിസ്സലാം വെള്ള വസ്ത്രത്തിൽ ജിബ്രീൽ വന്ന് ഹബീബിന്റെ മുന്നിൽ വന്ന് പലതും ചോദിച്ചു പോയിട്ടുണ്ട്. സ്വഹാബികൾ അത് കണ്ടിട്ടുമുണ്ട്. ആരാ വന്നു പോയതെന്നറിയുമോ? അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. മിഷ്കാത്തിന്റെ തുടക്കത്തിൽ ഹദീസ് പറയുന്നുണ്ട്, നിങ്ങളെ പലതും പഠിപ്പിക്കാൻ ഒരു ചോദ്യോത്തരവേള പോലെ എന്റെ മുന്നിൽ സംഗമിച്ചതാ ജിബ്രീൽ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ കണ്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബദറിലേക്ക് ഇറങ്ങി വരുന്നത് പലരും കണ്ടിട്ടുണ്ട്. എന്തായാലും ഹബീബിന്റെ മുന്നിൽ മനുഷ്യരൂപത്തിൽ നല്ല ഭംഗിയോടെ നല്ല അഴകോടെ സുന്ദരനായി ജിബ്രീൽ വരുമ്പോഴും കവിളിൽ 2 കറുത്ത അടയാളം ഹബീബ് എപ്പോഴും കാണാറുണ്ട്. ആ അടയാളത്തിൽ കുറവില്ല. ചോദിച്ചു, എന്താ ഈ 2 കറുത്ത അടയാളം എന്ന് ചോദിച്ചപ്പോ നബിയേ നരകം പടച്ച അന്ന് മുതൽക്ക് ഞാനും ചിരിച്ചിട്ടില്ല നബിയേ. കരഞ്ഞ അടയാളമാ നബിയേ. കവിളിലെ 2 കറുത്ത അടയാളം ജിബ്രീലിനുണ്ടായിരുന്നുവെന്ന് ദുർറുൽ മൻസൂറിൽ ഹദീസുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ കാണാനുണ്ട്. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലൊക്കെ ചിന്തിക്കുന്നവർക്ക് അല്ലാഹനെ കാണാനുണ്ട്. ചിന്തിക്കണം. എങ്ങനെ ചിന്തിക്കുക? എല്ലാം ചിന്തിക്കണം. ഞാനിപ്പോ ഇവിടെ എന്ത് പറഞ്ഞാലും ഇതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് അടുക്കാണോ? ഞാൻ ഖുർആൻ ഓതാൻ പോവാ. ഈ ഖുർആൻ ഓതൽ കൊണ്ട് ഞാൻ അള്ളാഹുവോട് അടുക്കുകയാണോ അകലുകയാണോ? സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ഖുർആൻ ഓതൽ കൊണ്ട് അള്ളാഹുവിനോട് അടുക്കലുണ്ടാവാ. ഞാൻ ഈ ഖുർആൻ ഓതുന്നതല്ല, വരുന്ന പള്ളിയിലേക്ക് കാലെഴിയിട്ട് ഇപ്പൊ കയറി വരുന്ന അവരുണ്ടല്ലോ, ഞാൻ ഇവിടെ ഇരുന്ന് ഖുർആൻ ഓതുന്ന അവരൊന്ന് കാണട്ടെ, അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഖുർആൻ ഓതുന്നതെങ്കിൽ സത്യത്തിൽ അള്ളാഹുവിൽ നിന്നും അകന്നു ഇബ്ലീസിനോട് അടുത്തു. ചിന്ത വേണം. ഹൃദയം ചിന്തിക്കുന്ന ഹൃദയമാവണം. ചിന്തിക്കുന്നവർക്കാണ് അള്ളാഹനെ കാണാൻ പറ്റൂന്ന് പറഞ്ഞത്. എങ്ങനെ ചിന്തിക്കണം? ഇത് അള്ളാഹ് പടച്ചതാണെന്ന് ചിന്തിക്കുന്നത് എന്താ? പിന്നെ അതിന് മുമ്പ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് മുഖേന അള്ളാഹുവിലേക്ക് അടുക്കോ ഇല്ലയോ എന്നെങ്കിലും ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ ഹൃദയം തുറക്കും. അല്ലദീന യദ്കുറൂനല്ലാഹ്, ഇനി പറയുന്നു, അങ്ങനെ ഹൃദയം തുറന്നു കിട്ടാൻ യദ്കുറൂനല്ലാഹ്, ദിക്ർ മതി എന്ന് ഖുർആൻ. അങ്ങനെ തുറന്നു കിട്ടാൻ പരിശുദ്ധ റമദാൻ വരുന്നതിന് മുന്നേ ശഅബാൻ മാസത്തിൽ നമ്മുടെ ഹൃദയം ഒന്ന് തുറന്ന് ഈമാന്റെ വെളിച്ചം കയറ്റാൻ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ദിക്ർ. അങ്ങനെ നമുക്ക് എപ്പോഴും ചൊല്ലാൻ പറ്റിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുൻപ് കഴിഞ്ഞു പോയ അമ്പിയാക്കളും ഇന്ന് വരെ ഉരവിട്ടതിലെ ഏറ്റവും നല്ല വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് സയ്യിദുനാ റസൂലുള്ളാഹി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല, അതിനോട് അനുബന്ധമായി വരുന്ന ദിക്റുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. എന്തൊരു പുണ്യ! 100 എണ്ണ അതിന്റെ കണക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. അതും 100 കണക്ക്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ചൊല്ല, അതും 100 എങ്കിലും ചൊല്ല. ഇങ്ങനെ അങ്ങ് നോക്കിയാൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിന്റെ ഭാഗമാക്കാ, ഹൃദയം തുറക്കാൻ ഈ ദിക്ർ കൊണ്ട് കഴിയും എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദ. ദിക്ർ ഇങ്ങനെ കൂടുതൽ വർദ്ധിപ്പിച്ച ഒരു മനുഷ്യന് 4 കാര്യം കിട്ടിയാൽ
ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ 4 കാര്യം കിട്ടിയാൽ അവന് എല്ലാം കിട്ടി. അല്ലാഹു 4 നമുക്ക് തരട്ടെ. ഒന്ന് ലിസാനുൻ ദാകിറുൻ, ദിക്റ് ചൊല്ലുന്ന നാവ്, ഖൽബുൻ ശാകിറുൻ, നന്ദിയുള്ള ഹൃദയം, വബദനുൻ അലൽ ബലാഇ സാബിറുൻ, ഒരു വിഷമം വരുമ്പോ ഇടങ്ങേറ് വരുമ്പോ അല്ലാഹ് തന്നതാണെന്ന് തോന്നലിൽ ക്ഷമിക്കാൻ കഴിയുന്ന ശരീരം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ പറഞ്ഞു വസൗജൻ ലാ യബ്ഗീഹി ഖൗനൻ ഫീ മാലിഹി വലാ ഫീ ജസദിഹി ഔ കമാ ഖാൽ. അസാന്നിധ്യത്തിൽ ചതി നടത്താത്ത ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഒരു മനുഷ്യന് കിട്ടിയാൽ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സർവ്വനേട്ടവും അല്ലാഹു തന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ർ ചൊല്ലുന്ന നാവ്, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. ആ ചിന്ത മനസ്സിലേക്ക് വരും, അല്ലാഹുവേ ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല അല്ലാഹ്. ഫഖിനാ അദാബന്നാർ. ചിന്ത വന്നാ പിന്നെ നരക ആദ്യം മനസ്സിലേക്ക് വരാ. ചിന്ത വന്നാ നരക മനസ്സിലേക്ക് ആദ്യം വരാ. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെയൊക്കെ രീതി അനുസരിച്ച് ചിന്ത വളരെ കുറവാ. ചിന്ത ഇങ്ങനെ വന്നാൽ നമ്മുടെ ഈമാൻ ഇങ്ങനെ കൂടും. യഖീൻ എന്ന് പറയും അതിന്. യഖീനായ നിലക്ക് അല്ലാഹ് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, സയ്യിദുക്ക അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറയാണ്, തീയിന് നല്ല ചൂടാണെന്ന്. അപ്പൊ നിങ്ങൾ ആരും തീ കണ്ടിട്ടില്ല, തീയുടെ ചൂട് അറിഞ്ഞിട്ടില്ല എന്ന് വെക്കാം. അപ്പൊ ഞാനത് തീന് ചൂടുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു അറിവാണ്. പക്ഷേ തീയ കത്തുന്നോടത്ത് ഒരാൾ പോയി നിന്ന് തീയിന്റെ ചൂട് അനുഭവിച്ചു. നല്ല ചൂടാ തീന്റെ അടുത്ത് പോയി നിന്നപ്പോ. അത് ഈ പറഞ്ഞറിഞ്ഞതിനേക്കാളും തീ ചൂടാണ് എന്ന് പറഞ്ഞതിന് കൂടുതൽ അറിഞ്ഞു അല്ലേ? ആ തീയിലേക്ക് ഒരു കൈ അങ്ങ് വെച്ചു കൊടുത്തപ്പോ പൊള്ളി. ഇതിലെ ഏറ്റവും വലിയ അറിവ് ഏതാ? ആ പൊള്ളിയപ്പോ അറിഞ്ഞ അറിവാണ്. അതാണ് ഇൽമുൽ യഖീൻ. ആ അറിവ് അല്ലാഹുവിനെ പറ്റി നമുക്ക് ഉണ്ടായിട്ടില്ല. ഉണ്ടാവും. എന്ത് ചെയ്താൽ മതി? എന്തിനൊന്ന് ചെയ്യാൻ പോകുമ്പോ പറയാൻ പോകുമ്പോ ആലോചിക്കാം, പടച്ചോനെ ഇത് നിനക്ക് ഇഷ്ടമുള്ളതാണോ അല്ലയോ? ഇഷ്ടമല്ലെങ്കിൽ ഞാനത് ചെയ്യണില്ല. ഇങ്ങനെ അങ്ങോട്ട് ശീലിച്ച് പോരാണെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാത്തിലും അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വാഭാവികമാണ് ഈ കൂട്ടത്തിൽ ദിക്ർ വർദ്ധിക്കുക എന്നത്. ദിക്റും ചൊല്ലാം. ഒരു മനുഷ്യന് നന്നാവാൻ ഇത് മതി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, മുഹീദ്ദീൻ ഷെയ്ഖ് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 7 ആകാശം കാണുന്ന പറയുന്നു. അത് 7 ആകാശം അള്ളാഹു കാണിച്ചു കൊടുക്കാം. കാരണം ആ മഹാൻ അള്ളാഹിനെ കാണാൻ വേണ്ടിയുള്ള നോട്ടാണിത്. ഇവിടെ കൊണ്ടൊക്കെ ആ നോട്ടത്തിലെല്ലാം കണ്ടു കഴിഞ്ഞതാ. അള്ളാഹു മറയങ്ങ് മാറ്റി. എന്ന അവസ്ഥ എത്തി. ഇമാം റാസി രേഖപ്പെടുത്തുന്നുണ്ട് സൂറത്ത് യൂനുസിന്റെ വ്യാഖ്യാനത്തിൽ, അല്ലാഹ് എന്ന ചിന്തയിൽ നടക്കുന്ന മഹാന്മാർ എന്ത് കണ്ടാലും അതിൽ അള്ളാഹിനെ കാണാൻ അവർക്ക് പറ്റും. എന്ത് പറഞ്ഞാലും അത് കറങ്ങി തിരിഞ്ഞ് അള്ളാഹ്ക്ക് സ്തുതി പറയലായി മാറും. എന്ത് അധ്വാനം നടത്തിയാലും അത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന അധ്വാനമായി മാറും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വലാ യഫ്തുറു അൻ ഇബാദത്തില്ലാഹ്. അവർക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ ഒരു ക്ഷീണവും ഇല്ല. അങ്ങനെ വരും. അവർക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ ഒരു ക്ഷീണവുമില്ല. ഹൈദർ അലി ശിഹാബ് തങ്ങൾ അല്ലാഹു ഖബർ വെളിച്ചമാക്കട്ടെ. വലിയ മഹാനാ. എത്ര തിരക്ക് പിടിച്ച യാത്രയാണെങ്കിലും രാത്രി എത്ര വൈകി വന്നാലും 3 മണിയാവുമ്പോഴേക്കും പാണക്കാട്ട് പള്ളിയിലുണ്ടാവും. മഹാനവറുകളുടെ ഒരു പ്രധാന സ്വഭാവം സുബഹി വരെ ഖുർആൻ ഓതല. തഹജ്ജുദ് അങ്ങ് നിസ്കരിച്ചിട്ട് സുബഹി വരെ ഖുർആൻ ഓതും. എത്ര തിരക്കുണ്ടെങ്കിലും ക്ഷീണമുണ്ടെങ്കിലും ഇതാ സ്വഭാവം. അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യാൻ മനസ്സിനൊരു മടുപ്പുമില്ല. ശംസുൽ ഉലമാ സുബഹിക്ക് മുമ്പ് സൂറത്തുൽ അൻആമും അഅറാഫും അൻഫാലും ഓതുമായിരുന്നു. ദിവസം 3 മണിക്കൂർ ഉറങ്ങുകയുള്ളൂ. ശൈഖുനാ ശംസുൽ ഉലമാ നബ്ബറല്ലാഹു മർഖദാ വഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. വലാ യഫ്തുറു അൻ ഇബാദത്തില്ലാ
വലാ യറാ ബി ഖൽബിഹി ഗൈറല്ലാഹ്. ഇങ്ങനെയുള്ളവരുടെ ഹൃദയം കൊണ്ട് അല്ലാഹനെ അല്ലാതെ മറ്റൊന്നിനെയും അവർ കാണൂല. ഇങ്ങനെയുള്ളവരുടെ ഹൃദയം കൊണ്ടവർ അല്ലാഹനെ അല്ലാതെ മറ്റൊന്നിനെയും കാണൂല. ഇരുപ്പീനേൾ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. ആകാശം കാണുമ്പോ അല്ലാഹനെ കാണും, ഭൂമി കാണുമ്പോ അല്ലാഹനെ കാണും, ഒരു ജീവിയെ കാണുമ്പോൾ അത് അല്ലാഹ്ക്ക് വഴിപ്പെടുന്നത് കാണും, ഒക്കെ കാണും. കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം വകദാലിക നുരീ ഇബ്രാഹിമ മലകൂതസ് സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മൂഖിനീൻ. ആകാശത്തിന്റെയും ഭൂമിയുടെയും മറമാറ്റി കൊടുത്തിട്ടുണ്ട് അല്ലാഹു ഇബ്രാഹിം നബിക്ക്. എന്തിനാ? ലിയകൂന മിനൽ മൂഖിനീൻ. നിലവിലെ ഈമാൻ കൂട്ടാൻ വേണ്ടി മഹാനവറുകൾ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കും, ഈമാൻ ഇങ്ങനെ കൂട്ടും. ഈമാൻ ഇങ്ങനെ അള്ളാഹിനെ പറ്റിയുള്ള ചിന്തയിൽ ഇങ്ങനെ ഈമാൻ കൂട്ടി കൂട്ടി കൊണ്ടുവരും. ഇതൊരു സ്വഭാവമാണ്. ഇത് ഒരു സ്വഭാവമാവണം. ആർക്കാ അർശിന്റെ തണല് കിട്ടാ? ഹബീബ് പറഞ്ഞല്ലോ, 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണല് കിട്ടും. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ വിഭാഗം ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണകർത്താവ്. ഇങ്ങനെ പറഞ്ഞു 7ാമത്തെ വിഭാഗമാരാ? വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത ഐനാ. ഒറ്റക്കിരുന്നപ്പോ അള്ളാഹിനെ കുറിച്ച് ഓർത്തു, അപ്പൊ കണ്ണൊന്ന് നിറഞ്ഞു. ഒരു വട്ടം കിട്ടിയാൽ മതി. അത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കിട്ടേണ്ട പോലെ ഒന്ന് കിട്ടിയാൽ മതി. അങ്ങനെയാണ്. ആർക്കാ സ്വർഗത്തിൽ 2 തോട്ടം? വമിൻ ദൂനിഹിമാ ജന്നത്താൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. 2 തോട്ടം, അത് കൂടാതെ പിന്നെയും തോട്ടമുണ്ട്. ആർക്കാ ഇത് അല്ലാഹു കൊടുക്ക? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കണമല്ലോ എന്നോർത്തപ്പോ കണ്ണ് നിറഞ്ഞല്ലോ. ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്റെ റബ്ബ് ഇത് കാണുന്നല്ലോ. ഈ ചിന്ത വന്നപ്പോ ഒന്ന് കരഞ്ഞല്ലോ. ആ കരഞ്ഞവന് 2 തോട്ടം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്ന ഇമാം ഖുർത്തുബി ഉദ്ധരിക്കുന്നു, എത്ര കരയുന്നോ അത്ര കണ്ട് തോട്ടമാണ്. എത്ര കരച്ചിലിന്റെ ശക്തി കൂടുന്നുവോ അത്ര കണ്ട് തോട്ടം ഉറപ്പാണ്. 2 കണ്ണുകൾ ഇങ്ങനെ ഒലിക്കുന്നോടത്ത് ഫീഹിമാ ഐനാനി തജ്രിയാൻ, 2 പുഴ ഒഴുകുന്ന തോട്ടമായിരിക്കും അവിടെ ഉണ്ടാവാ എന്ന് പരിശുദ്ധ ഖുർആൻ. 2 കണ്ണിങ്ങനെ ഒലിച്ചാ മതി. 2 പുഴ ഒഴുകുന്ന തോട്ടമാ സൂറത്തുർ റഹ്മാൻ, പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഇത് ചെറിയ കാര്യമല്ല. അള്ളാഹു നമുക്ക് നന്നാവാൻ തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിം നബി ആകാശത്തേക്ക് നോക്കിയാൽ ചക്രവാളത്തിന്റെ രഹസ്യം കാണും. എന്തിനാണത്? ആരോടെങ്കിലും ഞാൻ അത് കണ്ടു ഇത് കണ്ടു എന്ന് പറയാനല്ല. ചില ആൾക്കാരുണ്ട് രാത്രി ഒരുപാട് വൈകി ന്യൂസ് ചാനൽ കാണും, എല്ലാം കാണും. എന്തിനാ? സുബഹിക്ക് പള്ളി പോകുമ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് ചായക്കടയിൽ പോയി ആദ്യം ആ വാർത്തയൊക്കെ ഞാൻ പറയണം എന്നാവാൻ വേണ്ടിട്ട് പത്രം വന്നതിനും ഞാനത് കണ്ടു ഇത് കണ്ടു എന്ന് പറയാനല്ല. വലിയകൂന മിനൽ മൂഖിനീൻ. ഞാൻ നേരത്തെ പറഞ്ഞ തീയിന്റെ ചൂട്, തീ പൊള്ളിയപ്പോൾ അറിഞ്ഞ പോലെ അറിയാൻ
അള്ളാനെ അങ്ങനെ അറിയാൻ വേണ്ടി ആരെങ്കിലും പറഞ്ഞു കേട്ട അറിവോ, ഏതെങ്കിലും അകലെ നിന്നുള്ള അറിവല്ല. തീയിന്റെ അകത്ത് കയ്യ് കൊണ്ട് തീയിൽ കൊണ്ട് പൊള്ളിയ കയ്യ്, ആ കയ്യ് പൊള്ളിയ നേരത്ത് തീ പൊള്ളുമെന്ന അറിവ് ഒരു മനുഷ്യൻ എങ്ങനെ അനുഭവിക്കുന്നുവോ, ആ അറിവ് എങ്ങനെ അനുഭവിക്കുന്നുവോ അങ്ങനത്തെ ഒരു അനുഭവമാവാൻ അള്ളാഹു അങ്ങനത്തെ ഒരു അനുഭവമാവാൻ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. നമുക്ക് അള്ളാഹ് അങ്ങനത്തെ ഒരു അനുഭവം ആവണമെങ്കിൽ നമ്മുടെ മുന്നില് നരകം വന്നെന്ന പടച്ചോനെ, ഏറ്റവും വലിയ നിഷേധി ആ സമയത്ത് നരകത്തെ കാണുമ്പോ അവൻ പോലും എന്തൊരു ഈമാൻ അവന് വരാം. ഈ കണ്ട വഴല് മുഴുവൻ ഉപകാരപ്പെടുന്നത് അപ്പോഴാണെന്ന് ഖുർആൻ. ആ സമയത്ത് ആ മനുഷ്യന് വഴല് ഉപകാരപ്പെടും. കല്ലാ ഇദാ ദുക്കത്തിൽ അർദു ദക്കാ ദക്കാ വജാ റബ്ബുക വൽ മലകു സഫ്ഫാ സഫ്ഫാ. അന്ന് ഭൂമി അടിച്ചു പരത്തും. മഹ്ശറ ഇവിടെയാണെന്നൊരു അഭിപ്രായമുണ്ട്. ചിലർ പറഞ്ഞു ഇവിടെ അല്ലാതെ വേറെ ലോകാണെന്ന്. മഹ്ശറ ഇവിടെ തന്നെയാണ്, അങ്ങനെ അഭിപ്രായമുള്ള അയിമത്തുണ്ട്. ഇവിടെ അല്ല വേറെ ലോകാണെന്ന് പറയുന്നത്. ഇവിടെയാണെന്ന് പറയുന്നവർ ഇതാ പറയുന്നത്, ഭൂമിയിലെ കുന്നും കുഴിയൊക്കെ നിരത്തി, മലയൊക്കെ നിരത്തി, കുഴിയൊക്കെ നികത്തി അല്ലാഹു തആല കല്ലാ കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കാ, ഭൂമിയെ അടിച്ചു പരത്തും. മഹ്ശറ. എന്നിട്ടോ വജാ റബ്ബുക വൽ മലകു സഫ്ഫാ സഫ്ഫാ, അല്ലാഹുവിന്റെ കൽപ്പന വരും. മാലികി യൗമിദ്ദീൻ, അന്നത്തെ അധിപൻ അല്ലയാ, അന്നത്തെ ഹീറോ അല്ലയാ, അന്നത്തെ ആ ദിവസത്തെ ഏറ്റവും വലിയ പെർഫോമൻസ് അള്ളാഹുവിൻ്റെതാ. സർവ അധികാരം അള്ളാഹ്ക്ക, സർവസ്വവും എപ്പോഴും അള്ളാഹുവിനാ. പ്രത്യേകിച്ച് അന്ന് അള്ളാന്റെ കയ്യിലാ എല്ലാം. അള്ളാഹു കരുണ ചെയ്യട്ടെ. അർശ് അവന്റെ കയ്യിലാ, തണലവന്റെ കയ്യിലാ, ഹൗള അവന്റെ കയ്യിലാ, ഹിസാബ് അവന്റെ കയ്യിലാ, കിതാബ് അവന്റെ കയ്യിലാ, സ്വർഗം അവന്റെ കയ്യിലാ, എല്ലാം എല്ലാം അവന്റെ കയ്യിലാ. മൗദല്ലദി യസ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ശഫാഅത്ത് അവന്റെ കയ്യിലാ. അവൻ ഉദ്ദേശിച്ചവർക്ക് അത് കൊടുക്കും. അല്ലാഹു തരട്ടെ, അല്ലാഹു നമുക്ക് തരട്ടെ. അന്നത്തെ ദിവസം അള്ളാന്റെ കൽപ്പന വരുമ്പോഴേക്കും വൽ മലകു സഫ്ഫാ സഫ്ഫാ, മലക്കുകൾ ഇങ്ങനെ സഫാവും, മലക്കുകൾ സഫാവും. 1 മണിക്കൂറായ മലക്കുകൾ സഫ് കെട്ടും, മലക്കുകൾ സഫ് കെട്ടും. മലക്ക് സഫായി അള്ളാന്റെ കൽപ്പന വന്നു നിശബ്ദതയാവാൻ. അല്ലെങ്കിലോ എല്ലാവരുടെയും ഭയപ്പാടിന് ഒരു ഏക ലക്ഷ്യം, പടച്ചോനെ നരകത്തിലേക്കാകുമ്പോ എല്ലാരും ഇങ്ങനെ ഭയന്ന് നിൽക്കാം. അപ്പോഴുണ്ട് ആ ഭയം അങ്ങോട്ട് കൂട്ടാം, മാനസിക സംഘർഷം അങ്ങോട്ട് കൂടും. അന്ന് നരകത്തെ കൊണ്ടുവരപ്പെടും, നരകത്തെ മഹ്ശറയിലേക്ക് കൊണ്ടുവരപ്പെടുമെന്ന് ഖുർആൻ. കേട്ടോളൂ, എങ്ങനെയാ നരകം വരാം? ഖുർആൻ തന്നെ പറയുന്നു, സൂറത്തുൽ ഫുർഖാനിന്റെ മറ്റായത്തുകൾ. എങ്ങനെയാ അന്ന് നരകം വരാം? ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ്. നരകം, ഈ നരകത്തിലേക്ക് പോവേണ്ടവരെ നരകം കാണും. നരകത്തിലേക്ക് പോവേണ്ടവരെ നരകം 500 കൊല്ലം വഴി ദൂരം അപ്പുറം നിന്ന് കാണും. ആ, അവരാണ് എന്റെ അടുത്തേക്ക് വരാനുള്ളവരല്ലേ, ഞാൻ ശരിയാക്കണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നരകത്തിലേക്ക് പോവേണ്ടവനെ നരകം അവിടെ നിന്ന് 500 കൊല്ലം മുമ്പ് അവരെ നരകം കാണും. കാണുമ്പോ നരകത്തിന് അട്ടഹാസം കൂടും. നരകത്തിന് അട്ടഹാസവും ഒരു പ്രത്യേക ശബ്ദവും വരുമെന്ന് ഖുർആൻ. ഇദാ റഅത്, നരകം കണ്ടാൽ, ഹും, നരകത്തിലേക്ക് പോകേണ്ടവരെ, മിൻ മകാനിൻ ബഈദ്, അകലേന്ന് കാണുമ്പോ, ആ അകലെ എത്രയാ? 500 കൊല്ലത്തെ വഴി ദൂരം.
അകലേന്ന് കാണുമ്പോഴേക്കും നരകം ഇങ്ങനെ അട്ടഹസിക്കും. ആ ശബ്ദം ഇവിടെ കേൾക്കും. ഇവര് നരകത്തിലേക്ക് പോണ്ടവര് നരകം ആളുമ്പോഴുള്ള ഭീകരമായ ശബ്ദവും ഒരു മുളക്കവും. സഫീർ തേനീച്ചക്ക് മുളുന്ന പോലെയുള്ള ഒരു മുളക്കൽ, ഒരു മുഴക്കം, അത് മാത്രമേ ഉള്ളൂ. ഒരു മുഴക്കം അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. 500 കൊല്ലം വഴി അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് അടുത്തടുത്ത് വരുമ്പോൾ ആ മുഴക്കം കൂടിക്കൂടി വരും. എങ്ങനെയാ നരകം വരാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹബീബായ നബി തങ്ങൾ പറയുന്നു, സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുകയാ, അൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅതാ ബി ജഹന്നമ യൗമഇദിൻ, അന്ന് നരകം കൊണ്ടുവരപ്പെടുമ്പോൾ ലഹാ, ആ നരകത്തിന് അന്ന് ഉണ്ടാകും 70 അൽഫ സിമാം, 70,000 വട്ടക്കണ്ണി ഉണ്ടാകും. നരകത്തിൽ എത്ര വട്ടക്കണ്ണി ഉണ്ടാവും? 70,000 വട്ടക്കണ്ണി. അതിൽ ഓരോ വട്ടക്കണ്ണിയിലും മഅകുല്ലി സിഹാസിമാമിൻ 70 അൽഫ മലക്ക്. 70,000 വട്ടക്കണ്ണിയിലെ ഓരോ വട്ടക്കണ്ണിയിലും 70,000 മലക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നു. ഇപ്പൊ എത്ര മലക്ക് കൂടിയിട്ടാ ഈ നരകത്തെ കൊണ്ടുവരാ? ഈ നരകത്തെ വലിച്ചഴച്ചു കൊണ്ടുവരുന്ന എത്ര മലക്കുകളാ? 70,000 മലക്ക് ഒരു വട്ടക്കണ്ണിയിലുണ്ടാവും. അപ്പൊ എത്ര മലക്കുണ്ടാവും? 490 കോടി മലക്കുകൾ. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് പറയുന്നുണ്ട്. 490 കോടി മലക്കുകൾ, അതായത് 49 ഇട്ടിട്ട് അതിന്റെ ശേഷം 8 0 ഇട്ടാൽ എത്രയോ അത്രയും മലക്കുകൾ കൂടിയിട്ടാ. ഇത് ഞാൻ വെറുതെ എന്തെങ്കിലും പൊള്ളത്തരം പറയലല്ല. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. 70,000 മലക്കുകൾ ഒരു വട്ടക്കണ്ണിയിൽ. അങ്ങനത്തെ 70,000 വട്ടക്കണ്ണിയാ നരകത്തിലുള്ളത്. സ്വഹീഹ് മുസ്ലിം. മലക്കുകൾ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരപ്പെടും. എന്നിട്ടോ ഹബീബായ നബി തങ്ങൾ പറയുന്നു, യജുറൂനഹാ, വലിച്ചിഴച്ചു കൊണ്ടുവരാം. ഒരു അത്രയും വൃത്തികെട്ട സ്വഭാവ നരകത്തിൻ്റെത്. ഒരു അനുസരണയില്ലല്ലോ. കാരണം അനുസരണയില്ലാത്തവരൊക്കെ പോവേണ്ട സ്ഥലമാണുള്ളത്. വലിച്ചിഴച്ചു കൊണ്ടുവരും. മഹ്ശറയിൽ നരകം 500 കൊല്ലം വഴിദൂരം അപ്പുറത്തുനിന്ന് നരകത്തിൽ കയറാനുള്ളവന് നരകം കാണുകയും ചെയ്യും. അപ്പൊ തന്നെ നരകത്തിന്റെ സ്വഭാവം മാറും. ഇമാം ഗസാലിയുടെ മുക്കാസഫയിൽ പറയുന്നുണ്ട്, കപ്പലിന്റെ വലിപ്പമുള്ള തീപ്പൊരിയൊക്കെ പുറത്തേക്ക് വരും ചില സമയത്ത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇത് കാണണം. ഈ നരകം വരുമ്പോൾ ഇനി കേട്ടോളൂ, ഓതി വെച്ച ആയത്തിലേക്ക്. കല്ലാ ഇദാ ദുഃഖത്തിൽ അർദു ദക്കാ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫാ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ. അന്ന് നരകം വന്നു കഴിയുമ്പോൾ യതദക്കറുൽ ഇൻസാൻ, ഒരാൾ ഉപദേശം സ്വീകരിച്ചാൽ നന്നാവുന്നതെങ്ങനെയോ അങ്ങനെ മനുഷ്യന് മുഴുവൻ നരകം കാണുമ്പോ നന്നാവുമെന്ന് ഖുർആൻ. വഅന്നാ ലഹു ദിക്റാ, അന്ന് നന്നായിട്ടെന്ത് കാര്യം, അന്ന് നന്നായിട്ടെന്ത് കാര്യം. നന്നായാൽ അവൻ പറയും, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, പടച്ചോനെ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എനിക്ക് നാളത്തേക്ക് വേണ്ടി എന്ന ചിന്തയിൽ എനിക്ക് ഒന്നും മുന്തിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് അന്ന് മനുഷ്യൻ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ അത് പറയുന്നുണ്ട്. നമ്മുടെ അവസ്ഥ ദീനുണ്ടോ? ഉണ്ട്. നമുക്ക് ദീനുണ്ടോ? ഉണ്ട്. എന്നാൽ അത് എത്രത്തോളം ഉണ്ട് അതറിയില്ല. വളരെ തുച്ഛ നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് വളരെ തുച്ഛമാണ്. ഒരായത്തും കൂടി പറയാം, സൂറത്ത് തക്കാസുറും കൂടി പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണത്, ഉച്ചക്ക് പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين. നമ്മുടെ വിഷയം യഖീന, ഈമാനല്ല, ഉറച്ച ഈമാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ പറയുന്നു മനുഷ്യന്മാര് മുഴുവനും തിരക്കില. അൽഹാകുമുത് തകാസുർ, പണം പെരുപ്പിക്കാനും സമ്പാദ്യം പെരുപ്പിക്കാനും പൊങ്ങച്ചം കാണിക്കാനും വേണ്ടി മനുഷ്യർ തിരക്കില. ഖുർആൻ ആരാ തിരക്കല്ലാത്തത്? ഒരു ദിവസം പലവട്ടം പറയും ഞാൻ തിരക്കാണെന്ന്. ഞാൻ പറയാറുണ്ട് സമയമില്ല, തിരക്കാന്ന് പറയും. അല്ലാഹുവേ പടച്ചോൻ നമുക്ക് ഖൈറായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ ഭാഗ്യം നൽകട്ടെ. ഖുർആൻ പറയുന്നു മനുഷ്യന്മാര് മുഴുവൻ തിരക്കിലാണ്. ഹത്താ സുർതുമുൽ മഖാബിർ, തിരക്ക് തീരണമെങ്കിൽ ഖബറിലെത്തണമെന്ന് ഖുർആൻ. ഹത്താ സുർതുമുൽ മഖാബിർ, ഖബറിലെത്തുന്നവരെ തിരക്ക. എത്ര തിരക്കായിരുന്നു മഹാനായ പണക്കാട്ട് ആറ്റപ്പൂ തങ്ങൾക്ക്. എത്ര തിരക്കാ. ഞാൻ 1.5 കൊല്ലം മുന്നേ മിക്കവാറും ചെന്ന് നോക്കൂ, ആ ഗേറ്റ് ഒന്ന് തുറക്കുമെന്ന് അറിയാൻ വേണ്ടിട്ട്, ഒന്ന് കാണാൻ എത്ര തിരക്കായിരുന്നു. ആ മയ്യത്ത് മറവ് ചെയ്യുന്നവരെ. മറവ് ചെയ്തപ്പോ ഹത്താ സുർതുമുൽ മഖാബിർ, ഖബറിലെത്തിയപ്പോ ഈ ഭൂമിയിൽ വലിയ തിരക്കുള്ള മഹാന്മാർ പോലും ഖബറിൽ ഒറ്റയ്ക്ക. ഖബറെത്തുന്നവരെ. കോഴിക്കോടുണ്ട് വലിയൊരു ഖബർസ്ഥാൻ. ആ ഖബർസ്ഥാന്റെ അടുത്തുകൂടി ഇങ്ങനെ വാഹനത്തിൽ പോകുമ്പോൾ മതിലിനോട് ചേർന്നുള്ള ഒരു ഖബറുണ്ട്. ആ ഖബറിൽ കിടക്കുന്നത് ഒരു വലിയ ഡോക്ടറാണ്. ആ ഡോക്ടറെ കാണാൻ മാസങ്ങൾക്ക് മുമ്പേ ചീട്ട് ബുക്ക് ചെയ്യണം. കുറഞ്ഞ സമയം മാത്രം കൺസൾട്ട് ചെയ്യും ആ ഡോക്ടർ. അയാൾക്ക് ഇന്ന് തിരക്കില്ല. അയാൾ എവിടെ? ഖബറിൽ. മനുഷ്യർക്ക് തിരക്കാണ്. പണമുണ്ടാക്കാനും, പണമൊക്കെ നല്ല നിലക്ക് ഉണ്ടാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷെ അത് മാത്രമായിട്ട് എടുക്കരുത്. സമ്പത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടി മനുഷ്യൻ തിരക്കായി. ഹത്താ സുർതുമുൽ മഖാബിർ, അത് ഖബർ വരെ തിരക്കായിരിക്കും. കല്ലാ, വേണ്ട, സൗഫ തഅലമൂൻ, അതിന് വിട്ടു പോവല്ലേ. പിന്നീട് പലതും അറിയേണ്ടി വരും. ആ അറിയേണ്ടത് പിന്നീടല്ല, ഇപ്പ ആവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ പിന്നെ അറിയാനുള്ളതൊക്കെ ഇപ്പൊ അറിഞ്ഞാൽ നമ്മളൊന്നായി. പിന്നീട് പലതും അറിയേണ്ടി വരും. അതിന് മുഫസ്സിരീങ്ങൾ കൊടുത്തു അർത്ഥം. അത് മരിക്കാൻ നേരത്തെ അറിയലും ബോധ്യപ്പെടലുമാണ്. മരിക്കാൻ നേരം ചിലത് അറിയും, അത് അറിയലും ബോധ്യപ്പെടല. ആ മരണം ഉണ്ടിട്ടോ, സത്യ സ്വർഗം ഉണ്ടിട്ടോ നരകം ഉണ്ടിട്ടോ, മരണവേദനയിൽ അതറിയും. പിന്നെയും അടുത്ത ആയത്ത് പിന്നെയും പറയട്ടെ, വീണ്ടും അറിയേണ്ടി വരും. അത് ഖബറിൽ വെച്ച് മലക്ക് ചോദിക്കുമ്പോഴാ. നേരത്തെ ഞാൻ പറഞ്ഞ കയ്യ് തീയിൽ കൊണ്ട് പൊള്ളിയപ്പോൾ അറിഞ്ഞ പോലത്തെ ഒരറിവ് ഭൂമിയിൽ വെച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നു, നിങ്ങൾ നന്നാകുമായിരുന്നു എന്ന് ഖുർആൻ. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. ലതറവുന്ന, നിങ്ങൾ കാണും, തീർച്ചയായിട്ടും കാണും. അൽ ജഹീം, നരകത്തെ കാണും, തീർച്ചയായും അതെല്ലാവരും കാണും. സുമ്മലത്തറവുന്നഹ, വീണ്ടും പറയട്ടെ, തീർച്ചയായിട്ടും നിങ്ങൾ കാണും. കണ്ണിൽ കണ്ടത് മറന്നു പോകും പലപ്പോഴും നമ്മൾ. പക്ഷെ ഇത് മറക്കുന്ന കാഴ്ചയല്ല, കണ്ണ് കണ്ട ഏറ്റവും വലിയ ഭീകരമായ കാഴ്ചയായിരിക്കും ആ കാഴ്ച എന്ന് ഖുർആൻ. നരകം കാണുമ്പോഴാ നമ്മൾ നന്നാവാ, നരകം കാണുമ്പോഴാ നന്നാവാ. ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ജീവിതത്തിൽ നമ്മൾ പേരിൽ മാത്രം മുസ്ലിമാണ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂസികു അൻ യഅതിയ അലൻ നാസി സമാൻ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദുഹും ആമിറ വഹിയ ഖറാബും മിനൽ ഹുദാ. ഉദ്ധരിക്കുന്നുണ്ട് ഹദീസ്. ഒരാള് മുസ്ലിമാണെന്ന് തീരുമാനിക്കുന്നത് പേര് കേൾക്കുമ്പോഴാ. ദീൻ അവന്റെ ജീവിതത്തിലില്ല, പേരിൽ മുസ്ലിമാണ്. ഒരാള് ഖുർആനുമായി ബന്ധമെന്തെന്ന് ചോദിച്ചാൽ ഖുർആനിൽ കുറെ കറുത്ത മഷിയിൽ വെളുത്ത കടലാസിൽ എഴുതിയത് ഉണ്ടെന്ന് പറയാനേ നമുക്ക് കഴിയൂ. ജീവിതത്തിൽ അത് കാണുകയില്ല. പള്ളികളൊക്കെ മനോഹരമായിരിക്കും, പള്ളിയിൽ പോയതിന്റെ പേരിൽ ഒരാൾ നന്നാവൂല. അങ്ങനത്തെ കാലമാണ് എന്ന് ലോകാവസാനത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടം
കാലഘട്ടത്തിലേക്ക് വിരൽ ചൂണ്ടി സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.